രാജ്യത്ത് പുതിയ GST നയം നടപ്പിലാക്കിയിരിക്കുകയാണല്ലോ. ഇനി മുതൽ പുതിയ GST ആണ് നാട്ടിലുള്ളത്. അതിൻ്റെ ഗുണം വാസ്തവത്തിൽ നമുക്ക് കിട്ടുമോ അതോ മുതലാളിമാർക്കാണോ കിട്ടാൻ പോകുന്നത്? നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെന്ന് നിങ്ങളൊന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കെമിക്കൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ലേ, ഇതിൻ്റെ ക്യാപ്പും ഇതിൻ്റെ ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ചിലവുണ്ടാവും. ഇതിനു വേണ്ടി ഈ ഒരു സാധനം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ ഓഫീസ് എടുത്തിട്ടുണ്ടാവാം, അവിടെ സ്റ്റാഫുകൾ ഉണ്ടാവാം, അങ്ങനെ പല പല ചിലവുകൾ എനിക്കുണ്ടാവും. അതിനുശേഷമാണ് ഈ ഒരു സാധനം എനിക്ക് വലിയ രീതിയിൽ മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ ഇറക്കുന്ന സമയത്ത് എനിക്ക് ആകെ വരുന്ന ചിലവ് 100 രൂപയാണെങ്കിൽ അതിൻ്റെ പുറത്ത് ഏതാണ്ട് ഒരു 18% GST കൂടെ ചേർത്താൽ 118 രൂപ എനിക്ക് ആകെ ചിലവായിട്ടുണ്ട്. ഇനി ഞാനിത് വിൽക്കാൻ പോകുന്നത് 200 രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് മേടിക്കുക എത്ര രൂപയ്ക്കായിരിക്കും? 200 രൂപ പ്ലസ് 18% GST കൂടെ കൊടുത്തിട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ എല്ലാ ചിലവുകളും 18% GSTയും ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ ഞാൻ 18 രൂപ ഇതിൻ്റെ GST ആദ്യമേ അടച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആരെങ്കിലും മേടിക്കുന്ന സമയത്ത് 36 രൂപ GST ഗവൺമെൻറ്റിനാണോ കൊടുക്കുന്നത്? അല്ല, എവിടെ നിന്നാണോ മേടിക്കുന്നത് അയാളുടെ കയ്യിലേക്കല്ലേ കൊടുക്കുന്നത്. ഈ രീതിയിൽ ഇതിന് 236 രൂപ എനിക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ 18 രൂപ GST ആദ്യമേ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടച്ചതുകൊണ്ട് നിങ്ങൾ തരുന്ന 36 രൂപ പൂർണ്ണമായും പിന്നീട് ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ആ 18 രൂപ മാറ്റിവെച്ച്, അതായത് ഞാൻ ആദ്യമേ അടച്ച 18 രൂപ എനിക്ക് എടുക്കാം, ബാക്കി വരുന്ന സംഖ്യ മാത്രം ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നാണ് ഇതിന് പറയുക. അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ എൻഡ് യൂസർ ഞാനല്ല, ഞാനിത് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എത്രയെല്ലാം ടാക്സ് GST ചിലവഴിച്ചിട്ടുണ്ടോ അതെല്ലാം ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നതിലൂടെ കിട്ടുന്ന GSTയിൽ നിന്ന് എനിക്ക് മുതലാവുന്നതാണ്, എൻ്റെ ചിലവ് കുറയുന്നതാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും ഡബിൾ ടാക്സേഷൻ, 2 തവണ ടാക്സ് വരുന്നത് ഒഴിവാക്കാൻ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വളരെയധികം ഉപയോഗപ്രദമാണ്. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്കൂ, ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ്, ഇതിനു വേണ്ടി എനിക്ക് ധാരാളം ചിലവുകൾ ഉണ്ടായേക്കാം, അതിനെല്ലാം ഞാൻ GST കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ഈ പ്രൊഡക്റ്റിൻ്റെ GST ഗവൺമെൻറ് 0 ആക്കി മാറ്റിയാലോ? ഞാൻ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എനിക്കതിൻ്റെ GST കിട്ടുന്നതല്ല. അപ്പോൾ എൻ്റെ ചിലവിൻ്റെ കൂടെ 18% കൂടെ ആഡാവുന്നതാണ്. അതായത് ആദ്യം എനിക്ക് 100 രൂപ മാത്രമായിരുന്നു ചിലവ്, 18 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വഴി എനിക്ക് തിരിച്ചെടുക്കാമായിരുന്നു. എന്നാൽ ഈ പ്രൊഡക്റ്റിൻ്റെ GST ഇല്ലാതാക്കുന്ന സമയത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാതാവുകയാണ്. അതുമൂലം എനിക്ക് പണം തിരിച്ചെടുക്കാനുള്ള അവസരം കുറയാണ്. ബിസിനസ്സുകാരൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് അപ്പോൾ ബിസിനസ്സുകാരൻ്റെ ചിലവ് കൂടുന്നു. അങ്ങനെ ചിലവ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ ലാഭം കീപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ വില ഞാൻ കൂട്ടേണ്ടി വരും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? ഞാൻ പ്രൊഡക്റ്റിൻ്റെ വില കൂട്ടിയല്ലോ, അതുകൊണ്ട് നികുതി കുറച്ചതിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നില്ല. ഇത് ഒന്നാമത്തെ കേസാണ്. ഇനി മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കൂ, ഈ ഒരു പ്രൊഡക്റ്റ് 236 രൂപയ്ക്കേ വിറ്റോളാവൂ എന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. 300 രൂപയ്ക്കും എനിക്ക് വിൽക്കാൻ പറ്റുന്നതാണല്ലോ. ആ രീതിയിൽ ഇപ്പോൾ കസ്റ്റമർ 236 രൂപയ്ക്ക് സ്ഥിരമായിട്ട് ഇത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നികുതി കുറയ്ക്കുന്നു. നികുതി കുറയ്ക്കുന്ന സമയത്ത് ആ നികുതി കുറച്ചതിൻ്റെ ലാഭം എനിക്ക് വേണമെന്ന് ബിസിനസ്സുകാരനായ ഞാൻ തീരുമാനിച്ച് ഈ ഉൽപ്പന്നത്തിൻ്റെ വില കൂട്ടിയാൽ എന്ത് സംഭവിക്കും? പൂർണ്ണമായിട്ടും കസ്റ്റമേഴ്സിലേക്ക് ലാഭം എത്തുന്നത്, നികുതി കുറഞ്ഞതിൻ്റെ ലാഭം എത്തുന്നത് ഇല്ലാതാവും. അത് ബിസിനസ്സുകാർക്ക് സ്വന്തമാക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ഇത് സംഭവിക്കും, GST കുറച്ചത് മോശമായി പോയി, കസ്റ്റമറിന് പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടില്ല എന്നൊന്നല്ല പറയുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യവും നിലവിലുണ്ട്. അപ്പോൾ തീർച്ചയായും ആശങ്കയായി തോന്നിയേക്കാവുന്ന 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാത്തത് കൊണ്ട് സാധനത്തിൻ്റെ വില കൂട്ടി കസ്റ്റമറിന് പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നില്ല. രണ്ടാമത്തേത്, ലാഭക്കൊതിയോടെ പ്രൊഡക്റ്റിൻ്റെ വില കൂട്ടിക്കഴിഞ്ഞാൽ ലാഭം, അതായത് ഗവൺമെൻറ് GST കുറച്ചത് മൂലം ഉണ്ടായിരിക്കേണ്ട ലാഭം കസ്റ്റമറിന് കിട്ടാതെ ബിസിനസ്സുകാരന് കിട്ടുന്നു. പക്ഷേ നമ്മളിപ്പോൾ വന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ BMW മുതൽ ഹ്യുണ്ടായി വരെയുള്ള വാഹനങ്ങളുടെ വില ഓൾറെഡി കുറഞ്ഞിരിക്കുകയാണ്. ലാഭം സ്വന്തമാക്കാൻ അവിടെ ബിസിനസ്സുകാർ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ആ വാർത്തകളെല്ലാം, മുകളിൽ പറഞ്ഞ വാർത്തകളെല്ലാം നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള 2 ആശങ്കകളുണ്ടല്ലോ, അതിന് ശരിക്കും സാധുതയുണ്ടോ? അല്ലെങ്കിൽ GSTയുടെ മുന്നേ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? GST 2.0യിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഇനി എന്താണ് നടപ്പിലാവാൻ പോകുന്നത്? ഈ GST ഇത്രയും കുറയ്ക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാവില്ലേ? എന്നിട്ടും ഗവൺമെൻറ് എന്തിന് ഈ തീരുമാനം നടപ്പിലാക്കുന്നു? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണല്ലോ, നികുതി കൊടുക്കുന്ന ആളുകളാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, പറ്റുന്നവരെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. GST 2.0 നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുമെന്നും നിർബന്ധമായിട്ടും ഗവൺമെൻറ് നടപ്പിലാക്കണം എന്നും ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം നടപ്പിലായിരിക്കുകയാണ്. അത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയും ലൈഫ് ഇൻഷുറൻസിൻ്റെയും പ്രീമിയം അടയ്ക്കുമ്പോഴുള്ള GST 18% നിന്ന് 0% കുറച്ചിട്ടുണ്ട്. പല വികസിത രാജ്യങ്ങളിലും നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെ പലരും അതെടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചെറുപ്പക്കാർക്ക് പോലും ഹൃദയരോഗങ്ങളൊക്കെ വരുന്നുണ്ട്. 20 ലക്ഷം 30 ലക്ഷം 40 ലക്ഷം ഒക്കെ ചിലവാക്കേണ്ടി വരുന്ന പല അസുഖങ്ങളും നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും വന്നിട്ടുണ്ട്. അവരെല്ലാം ചികിത്സകൾക്ക് വേണ്ടി ആദ്യം കയ്യിലുള്ള പണം ചെലവഴിക്കും, പിന്നീട് ഉള്ളതെല്ലാം വിൽക്കും, പിന്നെ അറിയുന്നവരോടെല്ലാം കടം ചോദിക്കും, പിന്നെയാണ് അറിയാത്തവരോട് കടം ചോദിക്കുന്നത് പോലെ വാട്സപ്പിലെല്ലാം മെസ്സേജുകളായിട്ട് അവരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒറ്റ രൂപ പോലും ആശുപത്രിയിൽ ചെലവഴിക്കാതെ ചികിത്സ നടത്താനുള്ള സൗകര്യം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയവർക്ക് അറിയാം, സാധാരണ ഒരു AC റൂമിന് പോലും നല്ലൊരു ആശുപത്രിയാണെങ്കിൽ ഒരു 5000 രൂപയ്ക്ക് അടുത്ത് ചിലവ് വരുന്നതാണ്. 10 ദിവസം അഡ്മിറ്റ് ആയാലോ റൂമിന് മാത്രം 50,000 രൂപ ചിലവ് വരും. ചികിത്സാ ചിലവ് വേറെയും കൊടുക്കണം. നമ്മൾ ഇത്ര കാലം ഉണ്ടാക്കി വെച്ച സമ്പാദ്യം, നമ്മുടെ നിക്ഷേപങ്ങളെല്ലാം സുരക്ഷിതമാക്കി വെക്കണമെങ്കിൽ ഇന്ത്യയിലെ എല്ലാവർക്കും നിർബന്ധമായിട്ടും ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടാവണം. അതിന് പോലും GST മേടിക്കുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ GST 0% കൂടുതൽ ആളുകളിലേക്ക് ആരോഗ്യ ഇൻഷുറൻസുകൾ എത്തിച്ചേരുന്നതാണ്. അതായത് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസുകൾക്കും ഞാനോ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടോ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ എടുക്കുന്ന ഇൻഡിവിജ്വൽ ആരോഗ്യ ഇൻഷുറൻസുകൾക്കും ഫാമിലി ആയിട്ട് എടുക്കുന്ന ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസുകൾക്കും എല്ലാം ഇപ്പോൾ GST 0%. അപ്പോൾ ഈ ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് വില കുറഞ്ഞല്ലോ, എന്നാൽ ഈ വില കുറവ് കാലങ്ങളോളം നിലനിൽക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത കുറച്ച് കുറവാണ്. കാരണം എന്താണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി നടത്തി കൊണ്ടുപോകുന്നതിന് അവർക്കിപ്പോൾ ഓഫീസ് റെൻറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ റെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അതിന് GST കൊടുക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെ കൊടുക്കുന്ന GST എപ്പോഴാണ് മുതലാവുക? കസ്റ്റമേഴ്സിൽ നിന്ന് GST മേടിക്കുന്ന സമയത്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വഴി അത് മുതലാക്കാൻ പറ്റുക. എന്നാൽ ഇതിൻ്റെ GST 0 കഴിഞ്ഞാലോ ഈ 18% GST അടക്കം കമ്പനിയുടെ നടത്തിപ്പിനുള്ള ചെലവായിട്ട് മാറുന്നതാണ്. അപ്പോൾ കാലക്രമേണ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പഴയ രീതിയിലേക്ക് തന്നെ എത്തിച്ചേരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ പ്രീമിയത്തിന് നമുക്ക് ആരോഗ്യ ഇൻഷുറൻസുകൾ എടുക്കാം. അതുകൊണ്ട് ഇതുവരെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാത്ത ആരെങ്കിലും നമ്മുടെ സമ്പത്തിനെ സംബന്ധിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെച്ചോളൂ. നിങ്ങൾ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. എങ്കിലും 18% GST ആവശ്യമില്ലാതെ 25% വരെ ഓൺലൈൻ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കമ്പയർ ചെയ്ത് എടുക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അവിടെ പോയി ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് ഇഷ്ടമുള്ള കമ്പനിയുടെ ഒരു പ്ലാൻ ഇപ്പം തന്നെ എടുത്തു വെക്കുക. ഇപ്പോൾ എടുത്തു വെച്ചാൽ കുറഞ്ഞ തുകയ്ക്കും നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ലൈഫ് ഇൻഷുറൻസുകൾ. പക്ഷേ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. പല ആളുകളും ഉയർന്ന തുക മുടക്കി വലിയ വലിയ ലൈഫ് ഇൻഷുറൻസുകളാണ് എടുത്തു വെക്കുക. ഈ ലൈഫ് ഇൻഷുറൻസുകളിൽ പലപ്പോഴും പല ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ, പണം തിരിച്ചു കിട്ടുന്ന ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും മികച്ചതും ഏറ്റവും വില കുറവുള്ളതുമായ ലൈഫ് ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസുകൾ. ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെ ഇത്തരം ഇൻഷുറൻസുകൾ നൽകുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1500 രൂപയ്ക്കാണ് 1.5 കോടി കവറേജുള്ള ഇൻഷുറൻസ് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ചീപ്പാണ്, എത്ര വലിയ കവറേജാണ് ടേം ഇൻഷുറൻസുകൾ വഴി ലഭിക്കുക എന്നുള്ള കാര്യം. ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ അസുഖങ്ങൾ വന്നാൽ വലിയ തുക കവറേജ് കിട്ടുന്നത് പോലുള്ള റൈഡേഴ്സ്, അതുപോലെ നമുക്ക് ആക്സിഡൻറ്റുകൾ സംഭവിച്ച് അംഗവൈകല്യങ്ങൾ സംഭവിച്ചാൽ വലിയ തുകകൾ നഷ്ടപരിഹാരമായി കിട്ടുന്ന രീതിയിലുള്ള റൈഡേഴ്സ് എല്ലാം നമുക്ക് ടേം ഇൻഷുറൻസുകളുടെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെയും GST 18% ഒഴിവാക്കി 0% കൂടുതൽ അഫോർഡബിൾ ആയിട്ട് മാറുകയാണ്. പക്ഷേ എല്ലാവർക്കും ഒന്നും ടേം ഇൻഷുറൻസ് കിട്ടില്ല കേട്ടോ. ആരോഗ്യം, വരുമാനം, പ്രായം ഒക്കെ പരിഗണിച്ചിട്ടാണ് ടേം ഇൻഷുറൻസ് കൊടുക്കുക. കാരണം കുറഞ്ഞ തുകയ്ക്ക് ഇത്രയും വലിയ കവറേജ് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ കമ്പനി അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നതാണ്. ടേം ഇൻഷുറൻസും ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ കമ്പയർ ചെയ്ത് മികച്ചത് കണ്ടെത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് 18% GST ഇല്ലാതെ 15% വരെ ഓൺലൈൻ ഡിസ്കൗണ്ടിൽ എടുക്കാൻ വേണ്ട ലിങ്കും കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് എടുത്തു വെക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങുന്നതിന് മുന്നേ, മറ്റേതെങ്കിലും രീതിയിലേക്ക് പണം മാറ്റി വെക്കുന്നതിന് മുന്നേ എല്ലാവർക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും. ആർക്കെങ്കിലും അതില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കണമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ കൂടെ ഇതിന് 18% GST ഗവൺമെൻറ് ഒഴിവാക്കി എന്ന
നല്ല വാർത്തയും ഈ GST 2.0യുടെ കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് ഗവൺമെൻറ് തങ്ങൾക്ക് നികുതി നഷ്ടം വരും എന്നറിഞ്ഞിട്ടും GST 2.0 നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന കാര്യമാണ്. നമുക്ക് ആദ്യം 2024 ഒരു വാർത്തയിലേക്ക് പോകാം. 2024 ഡിസംബറിൽ നമ്മുടെ രാജ്യത്തെ കാർ നിർമ്മാതാക്കളും ഡീലേഴ്സും ഒക്കെ വലിയ രീതിയിൽ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് ഒന്നും പ്രഖ്യാപിച്ചതായിരുന്നില്ല. വാഹനങ്ങളുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞതാണ് കാരണമെന്നാണ് വാർത്തകൾ വന്നത്. അതേ മാസത്തിൽ തന്നെ വന്ന മറ്റൊരു വാർത്തയും ഇതിനോടൊപ്പം കൂട്ടി വായിക്കാവുന്നതാണ്. സാധനങ്ങളുടെ വില ഉയരുന്നതും പണപ്പെരുപ്പം വർദ്ധിക്കുന്നതും മൂലം ഇന്ത്യയിലെ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ, അതായത് അവർക്ക് പണം മുടക്കി സാധനം മേടിക്കാനുള്ള ശേഷിയുണ്ടല്ലോ, അത് കുറയുന്നു എന്നാണ് വാർത്തകൾ. അവശ്യ സാധനങ്ങളായ ഭക്ഷണം, വസ്ത്രം ഇവയ്ക്കൊക്കെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കാറ് പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നത് സ്വാഭാവികമായിട്ടും കുറയ്ക്കുന്നതാണ്. അതായത് കസ്റ്റമർ സ്പെൻഡിങ് കുറയുന്നതാണ്. മുകളിൽ പറഞ്ഞ രണ്ട് വാർത്തകൾക്കും നമ്മുടെ വിഷയമായ പുതിയ GST നയം അല്ലെങ്കിൽ GST 2.0യുമായിട്ട് എന്താണ് ബന്ധമെന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. അധികം അക്കാഡമിക്കൽ ആവുന്നില്ല, എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ലാഫർ കർവ് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനായ ആർതർ ലാഫറാണ് ഈ ഒരു ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം 1974 നികുതി നിരക്കിലുള്ള വ്യത്യാസവും സർക്കാരിൻ്റെ നികുതി വരുമാനവും കണക്കാക്കുന്ന അല്ലെങ്കിൽ ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രാഫ് രൂപപ്പെടുത്തിയിരുന്നു. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ആദ്യം സർക്കാർ നികുതി നിരക്ക് വർദ്ധിപ്പിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ നികുതി വരുമാനം കൂടുന്നതായിട്ട് കാണാം. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ് ടാക്സ് വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നികുതി വരുമാനം കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 5% ടാക്സ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കുന്ന സമയത്ത് 5% ഒക്കെയാണ് ടാക്സ് എങ്കിൽ അത് ന്യായം എന്ന് നമ്മൾ പറയും. പക്ഷെ ഒരു 60% ഇത്തരത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞാലോ, അത് തീർച്ചയായിട്ടും കൂടുതൽ തന്നെയാണ്. അതിനെതിരെ ചിലപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം, പോസ്റ്റുകൾ ഇട്ടേക്കാം, പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ വീണ്ടും നികുതി കൂട്ടി നമ്മുടെ വരുമാനത്തിൻ്റെ 75% ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞാലോ, പിന്നെ ഇനി എന്തിനാണ് ജോലിക്ക് പോകുന്നത്, എന്തിനാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നെല്ലാം ആളുകൾക്ക് തോന്നിയേക്കാം. കാരണം സമ്പാദിക്കുന്നതിൻ്റെ വലിയൊരു ശതമാനവും ടാക്സ് ആയിട്ട് പോവുകയാണ്. ഈ ഒരു സാഹചര്യം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്താണെങ്കിലോ പലരും പരാതി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ തന്നെ കൊടുക്കുന്ന ടാക്സുകൾക്കനുസരിച്ചുള്ള ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്ന കാര്യമാണ് പലരും പറയുന്നത്. 30% മുകളിൽ ടാക്സ് സ്ലാബുള്ള ഒരു രാജ്യം, അതിൻ്റെ പുറത്ത് സെസ് അടക്കം ചാർജ് ചെയ്യുന്ന ഒരു രാജ്യം, ലക്ഷറി ടാക്സുകൾ അടക്കം ചാർജ് ചെയ്യുന്ന ഒരു രാജ്യം, അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന സംശയം പലപ്പോഴും പലരും പ്രകടിപ്പിക്കാറുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടാക്സ് ഒരു പരിധി വിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഗുണത്തിലധികം ദോഷമാണ് സർക്കാരിന് ചെയ്യുന്നത്. സർക്കാർ ഒരുപാട് നികുതി കൂട്ടിക്കഴിഞ്ഞാൽ അവശ്യ വസ്തുക്കൾ വാങ്ങി ബാക്കിയുള്ളത് സേവ് ചെയ്യാനാണ് ആളുകൾ നോക്കുക. അങ്ങനെ മൊത്തത്തിൽ സ്പെൻഡിങ് കുറഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ അത് ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ടാക്സ് ഒരു പരിധി വിട്ട് കൂടുന്നത് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇവിടെ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കൂ. ഇന്ത്യയിലെ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കുറയുന്നത് കയ്യിൽ പണമില്ലാതാവുമ്പോഴാണ്. അങ്ങനെ പണമില്ലാതാവുന്ന സമയത്ത് ജനങ്ങൾ ആഡംബരങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കുമെല്ലാം പണം ചെലവഴിക്കുന്നത് കുറയ്ക്കുന്നതാണ്. അങ്ങനെ ചെലവാക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കുറച്ച് ചെലവാക്കുന്ന ജനങ്ങൾ ഏത് രാജ്യത്തെ ജനങ്ങളാണോ ആ രാജ്യത്തെ അത് ദോഷകരമായിട്ട് ബാധിക്കും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ടാക്സ് കുറച്ചാലോ, കുറച്ചധികം പണം തന്നെ ജനങ്ങളുടെ കയ്യിലേക്ക് വരുന്നതാണ്. അതിലൊരു ഭാഗം അവർ ചെലവഴിക്കാനും തയ്യാറായേക്കാം. ജനങ്ങൾ ജീവിത ചെലവ് കുറയുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും അടിച്ചു പൊളിക്കാൻ വേണ്ടിയെല്ലാം പണം ചെലവഴിക്കുക. ഇങ്ങനെ ടാക്സ് കുറയ്ക്കുന്നത് കൊണ്ട് ആദ്യത്തെ കുറച്ചു കാലം ടാക്സിൽ നിന്നുള്ള വരുമാനം സർക്കാരിന് കുറയുന്നതാണ്. അതൊരു ബുദ്ധിമുട്ടാവുമെങ്കിലും ദീർഘകാലത്തേക്ക് ജനങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗുണമേകുന്നതാണ്. ഇപ്പോൾ സെപ്റ്റംബർ 3-ാം തീയതി പ്രഖ്യാപിച്ച GST മാറ്റങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ നോക്കിയാൽ 2025 ഫെബ്രുവരിയിൽ ഇൻകം ടാക്സ് സ്ലാബിൽ സർക്കാർ മാറ്റം വരുത്തിയിരുന്നു. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് പോലും ഇൻകം ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ള നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, മാസ വരുമാനം 1 ലക്ഷം രൂപയായാലും അവരിൽ നിന്ന് സർക്കാരിന് നികുതി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത്രയും തുക പോലും സമ്പാദിക്കുന്ന ആളുകളെ വലിയ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളായി സർക്കാർ കാണുന്നില്ല. നമ്മുടെ രാജ്യത്തെ ജീവിത ചെലവുകൾ ആ രീതിയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടാക്സ് കുറയ്ക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് GSTയും ഇൻകം ടാക്സും അടക്കം കുറയ്ക്കുന്ന സമയത്ത് ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തുകയും ആ പണം ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്യത്ത് ചെലവഴിക്കുകയും
ഇങ്ങനെ പണത്തിൻ്റെ വിനിമയം കൂടുകയും രാജ്യത്തിൻ്റെ ആകെ മൊത്തം വളർച്ചയ്ക്ക് അത് ഗുണമായിട്ട് മാറുകയും ചെയ്യുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ട്രംപിൻ്റെ പ്രതികാര നടപടിയായ ഇന്ത്യക്കെതിരെയുള്ള നികുതി വർദ്ധിപ്പിക്കൽ പ്രകാരം ഇന്ത്യയുടെ GDP ഏകദേശം 0.5% കുറയും എന്നും കണക്കുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കാം ഇപ്പോൾ ഇന്ത്യയുടെ പ്രാദേശിക ഉപഭോഗം കൂട്ടി ആ നഷ്ടം നികത്താൻ GST 2.0 സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഗവൺമെൻറ് GST 2.0 നടപ്പിലാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഈ GST 2.0 നടപ്പിലാക്കിയ അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇൻകം ടാക്സ് ഗവൺമെൻറ് കുറച്ചിട്ടുള്ളതും. ഇനി എന്തായിരുന്നു GSTക്ക് മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2017 ഇന്ത്യയിൽ GST കൊണ്ടുവരുന്നത്. അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ടാക്സ് സംവിധാനമല്ലേ, അത് മാറ്റാൻ ഗവൺമെൻറ് എന്തുകൊണ്ടായിരിക്കും നിർബന്ധിതരായത്? മുന്നേ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് വാല്യൂ ആഡഡ് ടാക്സ് എന്നറിയപ്പെടുന്ന വളരെ സങ്കീർണമായിട്ടുള്ള വാറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിരുന്നു. അതിൽ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിലധികം ഇൻഡയറക്റ്റ് ടാക്സുകൾ ഈടാക്കിയിരുന്നു. ജനറൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, അങ്ങനെ പലതരം ടാക്സുകൾ ഇതിലുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു ടാക്സിൻ്റെ മേളിലായിരിക്കും മറ്റൊരു ടാക്സ് കണക്കാക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് ഇതിന് 18% GST ഇതിൻ്റെ ഉള്ളിലുള്ള പല കോമ്പണൻസിനും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതടക്കമുള്ള എൻ്റെ വിലയാണ് 118 രൂപ. എന്നാൽ ഈ 118 രൂപയും എൻ്റെ ലാഭമായ 100 രൂപയും ചേർത്ത് 218 രൂപയ്ക്ക് വീണ്ടും 18% നികുതി ചുമത്തിയാലോ? അതായത് ഞാൻ ആദ്യമേ കൊടുത്ത നികുതിക്ക് മുകളിൽ വീണ്ടും 18% നികുതി വരുന്നുണ്ട്. വാറ്റിൽ ഇതാണ് സംഭവിക്കുന്നത്. എന്നാൽ GST വരുന്ന സമയത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വഴി 18 രൂപ ആദ്യമേ കൊടുത്തത് എനിക്ക് തിരിച്ചെടുക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ടാക്സിന് മുകളിൽ ടാക്സ് വരുന്ന സിസ്റ്റം ഇല്ലാതായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് നമ്മുടെ രാജ്യത്ത് മുന്നേ ഉണ്ടായിരുന്ന സിസ്റ്റത്തിന് ഒരു ടാക്സിന് മുകളിൽ പോലും മറ്റൊരു ടാക്സ് ചുമത്തുന്നത് മൂലം കസ്റ്റമേഴ്സിന് വലിയ നഷ്ടം ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് ലാഭം ഉണ്ടാവുന്നില്ല. ഗവൺമെൻറ്റിന് അധിക ടാക്സ് കിട്ടുന്നു എന്നത് മാത്രമാണ് ഇവിടെയുള്ള ഏക ഗുണം. അത് നമ്മൾ വല്ലാതെ നോക്കേണ്ട കാര്യമില്ല. കാരണം കസ്റ്റമേഴ്സിന് പണം ചെലവഴിക്കാനുള്ള കഴിവുണ്ടോ എന്നുകൂടി നോക്കേണ്ടതല്ലേ. നമ്മുടെ രാജ്യത്ത് നിന്ന്, നമ്മുടെ പാവങ്ങളായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ധാരാളം ടാക്സ് പിരിച്ചതുകൊണ്ട് മാത്രം കാര്യമല്ല, കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ടാക്സിന് മുകളിലൊന്നും ടാക്സ് പിടിക്കാത്ത രീതി എന്തായാലും ഇന്ത്യയിൽ നിലവിൽ വരേണ്ടതാണ്. എന്താണെങ്കിലും ഇങ്ങനെ നികുതിക്ക് മുകളിൽ വീണ്ടും നികുതി കൂട്ടി അങ്ങനെ നികുതി ആഡ് ചെയ്ത് വില വല്ലാതെ വർദ്ധിപ്പിക്കുന്നതിനെ കാസ്കേഡിംഗ് എഫക്റ്റ് എന്നും പറയാറുണ്ട്. ഇതിനൊരു സൊല്യൂഷനായിട്ടാണ് മുകളിൽ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും 2017 GST അവതരിപ്പിക്കപ്പെട്ടത്. GSTയുടെ ഏറ്റവും വലിയ പ്രത്യേകത പലപ്പോഴും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഗുണമായിട്ട് മാറുന്നൊരു കാര്യം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന കാര്യമാണ്. അതെന്താണ് എന്ന് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഇനി പുതിയ GST റേറ്റുകൾ, അതായത് GST 2.0 നിലവിൽ വന്നതോടുകൂടി പഴയ GST നയങ്ങളിൽ എന്തെല്ലാം മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് GST സ്ലാബുകൾ കൂടുതൽ സിമ്പിളാക്കി മാറ്റിയിരിക്കുകയാണ്. മുൻപ് 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 പ്രധാന തരം സ്ലാബുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 5%, 18% എന്നിങ്ങനെയുള്ള പ്രധാന 2 സ്ലാബുകളായിട്ട് ചുരുക്കിയിട്ടുണ്ട്. കൂടുതൽ വസ്തുക്കളും ഈ സ്ലാബിൽ പെടുന്നവയാണ്. മറ്റ് സ്ലാബുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എങ്കിലും പ്രധാനമായിട്ടും 2 സ്ലാബുകളാക്കി ചുരുക്കിയിരിക്കുകയാണ്. പുതിയ GST നിരക്കുകൾ 2025 സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കും അടക്കം GST കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഇനി സാധിക്കുമെന്നും കണക്കാക്കുന്നുണ്ട്. LED അല്ലെങ്കിൽ LCD TVകൾ, AC ഒക്കെ ലക്ഷറി ഐറ്റംസ് ആയിട്ടായിരുന്നു മുന്നേ കണക്കാക്കിയിരുന്നത്. ഇതിന് 28% GST കൊടുക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 18% കുറച്ചിട്ടുണ്ട്. അതുമൂലം ഈ സാധനങ്ങളുടെയും വില കുറയാൻ സാധ്യതയുണ്ട്. ട്രാക്ടർ പോലുള്ള കാർഷിക വാഹനങ്ങളുടെ GSTയും കുറച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. കർഷകരുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. കർഷകരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കർഷകർക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും ഒരു ഓപ്ഷൻ അല്ല, നിർബന്ധമായിട്ടും അവർക്ക് വേണ്ട ഒരു നെസസിറ്റി ആയിരുന്നു. പിന്നെ നമ്മൾ നോക്കിയാൽ ജിമ്മുകൾ, ബാർബർ ഷോപ്പുകൾ, സലൂണുകൾ, യോഗ സർവീസ് തുടങ്ങിയ സേവനങ്ങളുടെ എല്ലാം GST 18% നിന്നും 5% കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി വെട്ടുകയാണ്. അപ്പോൾ 18% GST ഞാൻ ആദ്യം കൊടുത്തിരുന്നില്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സ്ഥാപനങ്ങൾക്കും GST ഉണ്ടാവണമെന്നില്ല. GST ഉള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത് ബാധകമായിട്ട് മാറുക. GST ആർക്കാണ് ഉണ്ടാവുക? ഒരു നിശ്ചിത വരുമാനത്തിലധികമുള്ള ആളുകൾ നിർബന്ധമായിട്ടും GST എടുത്തിരിക്കണം എന്ന നിബന്ധന ഉണ്ട്. അവരാണ് സർവീസുകൾക്ക് പുറത്തെല്ലാം
GST ചാർജ് ചെയ്ത് മേടിക്കുക. അങ്ങനെ ചാർജ് ചെയ്യുന്ന ആളുകൾക്ക് ഇനി കുറഞ്ഞ GST മേടിച്ചാൽ മതി. മറ്റൊരു കാര്യം നോക്കിയാൽ 7500 രൂപ വരെ നിരക്കുകളിലുള്ള ഹോട്ടൽ റൂമുകൾക്ക് GST ഇനി 5% മാത്രം കൊടുത്താൽ മതി. കളിപ്പാട്ടങ്ങൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയുടെ GST 12% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. ഇതുപോലെ വിദ്യാഭ്യാസ മേഖല എടുത്താൽ വളരെ നല്ല കാര്യങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. എക്സസൈസ് ബുക്കുകൾ, പെൻസിൽ, അതുപോലുള്ള സ്റ്റേഷനറി ഐറ്റംസിന് GST കൊടുക്കേണ്ട ആവശ്യമില്ല. മുൻപ് 5% ഇവയ്ക്കെല്ലാം GST ഉണ്ടായിരുന്നു. വലിയ തോതിൽ വില കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വിലയൊന്നും കുറയില്ല. എങ്കിലും ഇതിനൊന്നും GST ഇല്ല എന്നത് വിദ്യാഭ്യാസ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് മെഡിക്കൽ രംഗത്ത് ജീവൻ രക്ഷാ മരുന്നുകളുടെയും കിറ്റുകളുടെയും മുന്നേ ഉണ്ടായിരുന്ന 12% GST 0% കുറച്ചിട്ടുണ്ട്. മറ്റ് മരുന്നുകളും ഉപകരണങ്ങളും എല്ലാം നോക്കിയാൽ അവയ്ക്കെല്ലാം 5% മാത്രമാണ് GST ഉണ്ടായിരിക്കുക. മുൻപ് 12%, 28% ഒക്കെ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഇത്രയാക്കി കുറച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലൈഫ് ഇൻഷുറൻസിനും ഹെൽത്ത് ഇൻഷുറൻസിനും GST അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നൊരു നല്ല കാര്യം കൂടെ വന്നിട്ടുണ്ട്. മുൻപ് 18% ഇവയ്ക്കെല്ലാം GST കൊടുത്തിരുന്നു. അപ്പോൾ മരുന്നുകളുടെ GST കുറച്ചല്ലോ, അപ്പോൾ ചികിത്സാ ചെലവ് കുറയുമല്ലോ എന്നെല്ലാം കരുതുന്ന ആളുകളാണെങ്കിൽ വർഷാവർഷവും നമ്മുടെ രാജ്യത്ത് 14% വരെയൊക്കെ മെഡിക്കൽ ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ട്. പല അത്യാധുനിക ചികിത്സകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത്തരം ചികിത്സകൾ അഫോർഡ് ചെയ്യാൻ സാധാരണക്കാരന് പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചാൽ മറ്റ് രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല ചികിത്സ കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ. എങ്കിലും ആ ചികിത്സാ ചെലവ് പോലും ഇപ്പോൾ കൂടുതലാണ്. കാരണം ജീവനാണ് നമുക്ക് ഏറ്റവും വലുത്, അല്ലേ? അത് സർവൈവ് ചെയ്യാൻ നമ്മൾ എന്തും ചെയ്യും, എത്ര പണവും മുടക്കാൻ തയ്യാറാണ്. അപ്പോൾ ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി പോവാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. നമ്മുടെ അഭാവത്തിലും കുടുംബം നമ്മളുള്ളപ്പോൾ ജീവിച്ചതുപോലെ തന്നെ ജീവിക്കണമെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് നിർബന്ധമാണ്. പക്ഷേ ലൈഫ് ഇൻഷുറൻസിൽ ഏറ്റവും നല്ലത് ടേം ഇൻഷുറൻസുകൾ തന്നെയാണ്. അതുകൊണ്ട് ഇവയ്ക്കെല്ലാം GST കുറച്ചത് വളരെ നല്ലൊരു തീരുമാനമായിട്ട് കണക്കാക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ GST, പ്രത്യേകിച്ച് സിമൻറ്റിൻ്റെ GST 28% നിന്ന് 18% കുറച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, സിമൻറ്റിൻ്റെ വിലയൊക്കെ ഇപ്പം നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. അതായത് GST മാറ്റുന്നു എന്നറിഞ്ഞ സമയത്ത് സിമൻറ്റിൻ്റെ വില കൂട്ടുകയാണ് കമ്പനികൾ ചെയ്തത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ആശങ്കയില്ലേ, അത് ഇവിടെ ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ മാർബിൾ, ഗ്രാനൈറ്റ്, സാൻഡ് ലൈം ബ്രിക്സ് ഇവയുടെ GST 12% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ സിമൻറ്റ് പോലുള്ള വസ്തുക്കളുടെ GST ഗണ്യമായി കുറച്ചത് തന്നെ വീട് പണിയുന്നവർക്ക് വലിയ ആശ്വാസകരമാവുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിയാൽ വളരെ ഗുണമാവുന്ന കാര്യമാണ്. കാരണം ഒരു വീട് പണിയുടെ ചെലവെടുത്തു കഴിഞ്ഞാൽ 20% സിമൻറ്റിൻ്റെ ചെലവിലേക്കാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ മറ്റ് വസ്തുക്കളുണ്ടല്ലോ, അതിൻ്റെ എല്ലാം GST കൂട്ടിയും കുറച്ചുമൊക്കെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 മുതൽ 10% വീട് പണിയുടെ ചെലവുകൾ കുറഞ്ഞു കിട്ടുമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ കരുതപ്പെടുന്നുണ്ട്. ഈ കണക്ക് വാസ്തവത്തിൽ സ്വന്തം ഭൂമിയിൽ വീട് പണിയുന്നവർക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങി വീട് പണിയുന്നവർക്കോ എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അപ്പാർട്ട്മെൻ്റ് എല്ലാം നമ്മൾ വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ ഒരു ബിൽഡർ ഒരു കോൺട്രാക്ടർക്ക് സബ് കൊടുത്ത് ആ കോൺട്രാക്ടർ ബിൽഡേഴ്സിന് ഈ GST അടക്കമുള്ള ബില്ല് കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഗുണം കസ്റ്റമേഴ്സിന് കിട്ടുന്നതല്ല. അപ്പോൾ സ്വന്തമായിട്ട് വീട് വെക്കുന്ന സമയത്ത് ഒരു 5 മുതൽ 10% വരെ ഇനി കുറഞ്ഞ ചെലവിൽ വീട് വെക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന രീതിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുമ്പോൾ, ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോഴൊന്നും ഇതിൻ്റെ ഗുണം കസ്റ്റമേഴ്സിന് ലഭിക്കണം എന്നില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ ന്യൂനതയായിട്ട് മാറാമെങ്കിലും ഈ GST ഇളവുകൾ പ്രഖ്യാപിച്ച ഉടൻ തന്നെ വാഹന നിർമ്മാതാക്കൾ ഒന്നടങ്കമായിട്ട് വില കുറച്ച കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അത് BMW മുതൽ ഹ്യുണ്ടായി വരെയുള്ള കമ്പനികൾ ഇങ്ങനെ വില കുറച്ചതായിട്ട് കാണാം. സെപ്റ്റംബർ 22 മുതലാണ് ഈ ഒരു GST 2.0 നിലവിൽ വരുന്നത് എങ്കിലും അതിന് മുന്നേ തന്നെ വില കുറയ്ക്കാൻ കാർ കമ്പനികളെല്ലാം തയ്യാറായിട്ടുണ്ട്. കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സംസ്ഥാന സർക്കാരുകൾക്കും ഈ GSTയുടെ ഒരു വിഹിതം കിട്ടിയിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ നികുതി വരുമാനം കുറയുന്നത് സംസ്ഥാന സർക്കാരുകളെ ബാധിക്കുമെന്ന് പല സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മുൻ ധനകാര്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നികുതി കുറച്ചാൽ സാധനങ്ങളുടെ വില കുറയുമെന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കണക്കുകൾ നമ്മൾ നോക്കിയാൽ 8,000 മുതൽ 10,000 കോടിയോളം രൂപ കേരളത്തിന് GST വരുമാനത്തിൽ നഷ്ടം സംഭവിക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. കേരള സർക്കാരിന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ ആകെ 48,000 കോടി രൂപയുടെ നഷ്ടമാണ്
2025 സാമ്പത്തിക വർഷത്തിൽ ഈ GST 2.0 നടപ്പിലാക്കുന്നതിലൂടെ മാത്രം പ്രതീക്ഷിക്കുന്നത്. ശ്രദ്ധിക്കണം, 48,000 കോടി രൂപയുടെ നഷ്ടം വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. പക്ഷേ 2026 സാമ്പത്തിക വർഷമാവുമ്പോഴേക്കും ആ നഷ്ടം 22,000 മുതൽ 24,000 കോടിയായിട്ട് കുറയുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. അതായത് രാജ്യത്തെ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തുക, അവർ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുക, അങ്ങനെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുക എന്ന രീതിയിലാണ് ഗവൺമെൻറ് ഇതിനെ നോക്കിക്കാണുന്നത്. വാസ്തവത്തിൽ GSTയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്ന സമയത്ത് ആൻറ്റി പ്രോഫിറ്ററിംഗ് ഭേദഗതി കൂടെ നടപ്പിലാക്കാത്തതിൽ ഇപ്പോൾ ചെറിയൊരു ആശങ്ക പല കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ആൻറ്റി പ്രോഫിറ്ററിംഗ് എന്നാൽ സർക്കാർ ഇങ്ങനെ പുതിയ നയമൊക്കെ നടപ്പിലാക്കുകയാണല്ലോ. അതിൻ്റെ ഗുണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോഴുള്ള ഗുണം, ടാക്സ് കുറയുമ്പോഴുള്ള ഗുണം വാസ്തവത്തിൽ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാണ്. അതിനു വേണ്ടിയുള്ള ഒരു നിയമമാണ്. ഇങ്ങനെ ലഭിക്കുന്ന നികുതിയുടെ കുറവ് ബിസിനസ്മാൻ്റെ പോക്കറ്റിലേക്കല്ല പോവേണ്ടത്, കസ്റ്റമറിൻ്റെ പോക്കറ്റിലേക്കാണ് എന്ന് നിയമം മൂലം ഉറപ്പുവരുത്തുന്ന ഒരു സംഭവമാണ് ആൻറ്റി പ്രോഫിറ്ററിംഗ് ഭേദഗതി. ഇനി കസ്റ്റമേഴ്സിന് ഇത്തരത്തിൽ ലാഭമായിട്ട് മാറുന്നില്ല എങ്കിൽ, ബിസിനസ്സുകാരൻ സ്വന്തമായിട്ട് ആ ലാഭം സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഈ നിയമം വഴി ഇതിന് പരാതി കൊടുക്കാനും സാധിക്കുന്നതാണ്. പക്ഷേ തൽക്കാലം ഇന്ത്യയിൽ GSTക്ക് കീഴിലുള്ള ആൻറ്റി പ്രോഫിറ്ററിംഗ് വ്യവസ്ഥകൾക്കുള്ള അവസാന തീയതിയായി 2025 ഏപ്രിൽ 1 സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. അതായത് ആ തീയതിക്ക് മുന്നേയുള്ള കേസുകൾ മാത്രമേ പരിഗണിക്കൂ. അതായത് ഇപ്പോൾ വന്നിട്ടുള്ള GST മാറ്റങ്ങളുടെ ഗുണങ്ങൾ സാധാരണക്കാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും പരാതിപ്പെടുക അസാധ്യമാണ്. വേണമെങ്കിൽ ബിസിനസ്സുകാർക്ക് ഈ ലാഭം സ്വന്തമാക്കാനുള്ള ഒരു അവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിലെ മത്സരങ്ങളിൽ സർക്കാരിന് വിശ്വാസമുണ്ടെന്നും അതിനാൽ ഇതിൻ്റെ എല്ലാം ഗുണം, പുതിയ നയത്തിൻ്റെ എല്ലാം ഗുണം കസ്റ്റമേഴ്സിന് തന്നെ ലഭിക്കുമെന്നുമാണ് സർക്കാർ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ കമ്പനികളെല്ലാം ഒന്നിച്ച് തീരുമാനമെടുത്താലോ, വില നമുക്ക് കുറയ്ക്കണ്ട, ഇതേ പ്രോഫിറ്റ് മാർജിൻ തന്നെ പിടിക്കാം എന്ന് തീരുമാനിച്ചാലോ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കസ്റ്റമേഴ്സിന് ലഭിക്കില്ല. കാര്യങ്ങൾ എന്താവുമെന്ന് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടതാണ്. ഈ നികുതി കുറച്ചത് നല്ല തീരുമാനമാണെങ്കിലും ഈ ആൻറ്റി പ്രോഫിറ്ററിംഗ് നിയമം ശക്തമായിട്ട് നടപ്പിലാക്കേണ്ടത് ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പുതിയ GST നയങ്ങൾ മൂലം വാഹനങ്ങളുടെ വിലയിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇവിടെ ടേബിളായിട്ട് കാണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ച് നോക്കാവുന്നതാണ്. ഈ വിലക്കുറവ് മാത്രമല്ല, ഇപ്പോൾ RBI റെപ്പോ റേറ്റുകൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും നമ്മുടെ ലോൺ, അതായത് കാർ ലോൺ എല്ലാം അടയ്ക്കുമ്പോൾ തിരിച്ചടയ്ക്കേണ്ട സംഖ്യ കുറയുന്നതാണ്, അതിൻ്റെ പലിശ നിരക്ക് കുറയുന്നതാണ്. അതിൻ്റെ കൂടെയാണ് GSTയും കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കാറ് വാങ്ങാനെല്ലാം നമ്മളെ സഹായിക്കുന്ന, സാധാരണക്കാരനെ സഹായിക്കുന്ന ഒരു നല്ല തീരുമാനമായിട്ട് ഇതിനെ കണക്കാക്കാം. അതുകൂടാതെ ഇങ്ങനെ പല മേഖലകളിലായിട്ട് കൺസ്യൂമർ സ്പെൻഡിങ് കൂട്ടാൻ ആവശ്യമായ നടപടികൾ സർക്കാർ കൈക്കൊണ്ടുവരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ആവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് നമ്മുടെ GDPയെ മുരടിപ്പിക്കാനുള്ള നയങ്ങൾ രൂപീകരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരം നയങ്ങൾ കൊണ്ട് അമേരിക്കയെല്ലാം പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി പ്രതീക്ഷകൾക്ക് അതീതമായ ചില പ്രവചനങ്ങൾ കൂടെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് റേറ്റിംഗ് 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വേൾഡ് ബാങ്കിൻ്റെ കണക്കനുസരിച്ചുള്ള 6.5% വളർച്ചയിൽ നിന്നും വീണ്ടും ഉയർന്ന് 6.9% വളർച്ച കൈവരിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് കാര്യങ്ങൾ സിമ്പിളാണ്. ജനങ്ങളുടെ സ്പെൻഡിങ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് ഇൻകം ടാക്സ് സ്ലാബുകൾ കുറച്ചുകൂടെ നമുക്ക് ഗുണമാവുന്ന രീതിയിൽ ഇൻകം ടാക്സ് കുറയ്ക്കാനും അതുപോലെ GST കുറയ്ക്കാനും ഇപ്പോൾ സർക്കാർ തയ്യാറായിട്ടുള്ളത്. ഈ വീഡിയോയിലൂടെ GST 2.0യിലൂടെ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും GSTയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എല്ലാം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും, ചില സമയത്ത് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും അല്ലെങ്കിൽ മുതലാളിമാർ കൊള്ളലാഭം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഒരുപക്ഷെ ഈ ഗുണങ്ങൾ കസ്റ്റമേഴ്സിൽ പൂർണ്ണമായിട്ടും എത്താൻ സാധ്യതയില്ല എന്നും, എന്നാൽ അത്തരം കളികളെ മറികടക്കുന്ന രീതിയിലുള്ള മത്സരം ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് സർക്കാർ വിശ്വസിക്കുന്നുണ്ട് എന്ന കാര്യവുമെല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ എന്താണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കരുത്. 18% GST പൂർണ്ണമായിട്ടും ഒഴിവാക്കി
0% ഹെൽത്ത് ഇൻഷുറൻസുകളും ടേം ഇൻഷുറൻസുകളും ഇപ്പോൾ നല്ല അഫോർഡബിളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റേത് കാര്യത്തിന് വേണ്ടി പണം മാറ്റിവെക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും വേണം. നമുക്ക് മാത്രം പോരാ, നമുക്കും വേണം, നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കെല്ലാം വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുക്കാൻ വേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.